ഭരണത്തിന്റെ ഹുങ്കിൽ CPM കേരളത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ അക്രമം അഴിച്ചുവിടുകയാണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA. മുഖ്യമന്ത്രിയുടെയും പോലീസ് മേധാവിയുടെയും പിന്തുണയോടെയാണ് CPM അക്രമം നടത്തുന്നത്. കായംകുളത്തെ അതിക്രമത്തിന് കാരണക്കാരായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും KPCC പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. ഭരണത്തിന്റെ ഹുങ്കിൽ CPM സംസ്ഥാനത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ വ്യാപകമായ അക്രമം അഴിച്ചുവിടുകയാണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെയും പോലീസ് മേധാവിയുടെയും പിന്തുണയോടെയാണ് CPM കോൺഗ്രസ് പ്രവർത്തകർക്കു നേരെ അക്രമങ്ങൾ നടത്തുന്നത്. കായംകുളത്തും ഇത്തരത്തിൽ പോലീസിന്റെ സഹായത്തോടെയാണ് CPM പ്രവർത്തകർ കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കും നേരെ അക്രമം നടത്തിയതെന്നും സണ്ണി ജോസഫ് ആരോപിച്ചു. CPM കോൺഗ്രസ് സംഘർഷത്തിനിടെ മർദ്ദനമേറ്റ ചികിത്സയിൽ കഴിയുന്ന DCC ജനറൽ സെക്രട്ടറി K. പുഷ്പദാസിനെ സന്ദർശിക്കാനെത്തിയതായിരുന്നു സണ്ണി ജോസഫ് MLA. വർക്കിംഗ് പ്രസിഡന്റ് PC വിശ്വനാഥ് MLAയും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. പോലീസിന്റെ സാന്നിധ്യത്തിലാണ് യാതൊരു പ്രകോപനവുമില്ലാതെ അറിയപ്പെടുന്ന പ്രമുഖനായിട്ടുള്ള കോൺഗ്രസ് നേതാവ്, മുനിസിപ്പൽ ചെയർമാനായിരുന്ന, ഇപ്പോഴും 25 വർഷമായിട്ട് മുനിസിപ്പൽ കൗൺസിലറായി തുടരുന്ന ഏറ്റവും സ്വീകാര്യനായ ഒരു പൊതുപ്രവർത്തകനെയാണ് അകാരണമായി ക്രൂരമായിട്ട് മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചിട്ടുള്ളത്. ഇത് CPM കായംകുളത്ത് മാത്രമല്ല, കേരളത്തിന്റെ പല ഭാഗത്തും ഭരണത്തിന്റെ ഹുങ്കിൽ പോലീസിന്റെ സഹായത്തോടെയാണ് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ഈ അക്രമം അഴിച്ചുവിട്ടിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെയും പോലീസ് മേധാവികളുടെയും പിന്തുണയോടെയാണ് CPM ഗുണ്ടായിസം നടപാടുന്നത്. ഇതിന് ജനാധിപത്യ വിശ്വാസികളായ മുഴുവൻ ആളുകളും ശക്തമായിട്ടുള്ള ഞങ്ങളുടെ പ്രതിഷേധത്തിൽ പങ്കുചേരണം. പോലീസ് ഈ കാര്യത്തിൽ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ നടപടികൾ സ്വീകരിക്കണം. ഈ കേസുകൾ സത്യസന്ധമായിട്ട് അന്വേഷിക്കണം. പക്ഷപാതപര അന്വേഷണമാണിപ്പോൾ പലപ്പോഴും മുകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നടക്കുന്നത്. കേസ് സത്യസന്ധമായി അന്വേഷിക്കണമെന്നും ഇപ്പോൾ പക്ഷപാതപരമായ അന്വേഷണമാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് നേതാക്കളായ ജോൺസൺ അബ്രഹാം, അഡ്വക്കേറ്റ് E. സമീർ, NTV, കറ്റാനം ഷാജി, A. ത്രിവിക്രമൻ തമ്പി, U. മുഹമ്മദ്, ചിറപ്പുറത്ത് മുരളി തുടങ്ങിയവരും സണ്ണി ജോസഫിനും PC വിശ്വനാഥ് MLAയ്ക്കും ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കായംകുളം.